നേഹ ഫ്രാൻസിസ് ആൻസി. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡും നമ്മുടെ വീഡിയോ ഓഡിയോ എല്ലാം ക്ലിയർ അല്ലേ? അല്ലേ, ഒന്ന് പറയണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. പോയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. എല്ലാം ഓക്കെ അല്ലേ? യെസ്, നമുക്ക് ആരംഭിക്കാം. നമ്മളുടെ ടോപ്പിക് എന്താണ്? നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എക്കണോമിക്സിന്റെ ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്കണോമിക്സിലെ നമ്മുടെ ഒരു ഫസ്റ്റ് ടോപ്പിക്ക്, ബേസിക് ടോപ്പിക്കാണ് ഇത്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് ഈ ഗ്രോത്ത് എന്നും ഡെവലപ്മെന്റ് എന്നുള്ള ഈ രണ്ട് വാക്കുകൾ നമുക്ക് ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യും. അതായത് നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഗ്രോത്ത് എന്ന് പറയുന്നതും ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും രണ്ട് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം, ഈ രണ്ട് വേർഡും തമ്മിൽ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ വളർച്ച എന്ന് പറയും, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വികസനം എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഡെവലപ്മെന്റും വളർച്ചയും, വികസനവും വളർച്ചയും വികസനവും അത് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതും വികസനം എന്ന് പറയുന്ന രണ്ട് ആശയങ്ങൾ രണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പറയും ഇന്ത്യൻ സാമ്പത്തിക രംഗം ഇത്ര വളർന്നു നമ്മൾ പറയും. ഇന്ത്യ ഇത്ര വികസിച്ചു നമുക്ക് പറയാൻ പറ്റാറുണ്ടോ? ഇത്ര ശതമാനം വളർച്ച ഉണ്ടായി, ഇന്ത്യയുടെ ദേശീയ വരുമാനം ഇത്ര വളർച്ച ഉണ്ടായി, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന ഇത്രയും വളർന്നു എന്ന് പറയും, ശതമാനത്തിൽ പറയും നമ്മൾ, അല്ലെ? അല്ലെങ്കിൽ മില്യൺ ടണ്ണിലൊക്കെ പറയും. പക്ഷെ ഇതൊന്നും നമുക്ക് വികസനത്തിന്റെ കാര്യത്തിൽ പറയാൻ പറ്റാറില്ല. നമ്മൾ വികസനം ഇല്ല, വികസനം ഇല്ല എന്ന് പറയും. എത്ര ശതമാനം വികസിച്ചു അങ്ങനെ ഒരു കണക്കുണ്ടോ? ഇത്ര ശതമാനം വളർന്നു എന്ന് പറയും, ഇത്ര വികസിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാറില്ല. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് നോക്കാം. അതായത് നമുക്ക് ഇന്ത്യയുടെ ദേശീയ വരുമാനം, ഈ വരുമാനത്തിൽ ഓരോ വർഷവും എത്രത്തോളം വളർച്ചയുണ്ട് എന്ന് നോക്കുന്നു. അതാണ് സാമ്പത്തിക വളർച്ച. അതായത് നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ GDP എന്ന് പറയും. GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, കേട്ടാ. അതായത് നമ്മുടെ മൊത്ത ആഭ്യന്തര ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം നമ്മൾ പറയും. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അതാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. ആഭ്യന്തര ഉൽപ്പന്നം, അതായത് ഇന്ത്യക്ക്, സോറി അവിടെ എഴുതാം. ഓക്കെ, അതായത് ഇന്ത്യയുടെ അകത്ത്, ഇന്ത്യയുടെ അതിർത്തിക്ക് ഉള്ളില് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്ത്? GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം. മനസ്സിലായോ? മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ, അതാണ് നമ്മുടെ GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇപ്പൊ നമ്മുടെ ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ വരുമാനം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ GNP എന്ന് പറയും. അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയും. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്ത ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയും. ഓക്കെ, മറ്റേന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, ഇത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ദേശീയ വരുമാനം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാനൊരു ഇൻട്രോ പറഞ്ഞു എന്നുള്ളൂ. കാരണം നിങ്ങൾ ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സംശയം വരാം. ഓക്കെ, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ തരത്തിലും, കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും നമ്മുടെ സേവന മേഖലയും എല്ലാം ഉൾപ്പെട്ട അവിടെ എല്ലാം എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും മണി വാല്യൂ, അല്ലെ? അതിൻ്റെ എല്ലാത്തിൻ്റെയും പണമൂല്യമാണ് നമ്മൾ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വരുമാനം നമ്മളിങ്ങനെ, ഈ ദേശീയ വരുമാനം ഇങ്ങനെ കൂടണം എല്ലാ വർഷവും, അല്ലെ? അപ്പോ ഈ ഒരു വളർച്ചയുടെ ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോകണം. നമ്മളിപ്പോ പറയും ഇന്ന വർഷം ഇത്രയുണ്ടായി, നമ്മൾ വിചാരിക്കും ഒരു വലിയ ഫിഗർ ആണ്. പക്ഷെ അത് കഴിഞ്ഞ വർഷത്തിൽ വെച്ച് എത്ര കൂടി, എത്ര ശതമാനം കൂടി, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കൂടിയോ കുറഞ്ഞോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സാമ്പത്തിക വളർച്ച എന്താ നമുക്ക് നോക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ്, സ്പീഡ് കൂടാണെങ്കിൽ മെസ്സേജ് തരണം കേട്ടോ. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ
സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടാകുന്ന വർധനവ്, അതാണ് സാമ്പത്തിക വളർച്ച. നമുക്ക് അളക്കാൻ പറ്റില്ലേ? പറ്റും. നമുക്കറിയാം കാർഷിക രംഗത്ത് ഇത്ര ടൺ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, ഇത്ര ടൺ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ വ്യാവസായിക രംഗത്ത് ഇത്ര ശതമാനം വളർച്ചയുണ്ടായി, അല്ലെങ്കിൽ ഇത്ര പണമൂല്യത്തിനുള്ള സാധനം നമ്മൾ ഉൽപ്പാദിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് നമുക്ക് എല്ലാ വർഷവും പറയാൻ സാധിക്കും. നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ്, അല്ലെ? നോക്കിയേ, ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച, അല്ലെ? മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023 അപേക്ഷിച്ച് 24 എത്രത്തോളം വളർച്ചയുണ്ടായെന്ന് നമ്മൾ കാണും. 24 അപേക്ഷിച്ച് 2025 എന്ത് വളർച്ച ഉണ്ടായെന്ന് നമ്മൾ കാണും. മനസ്സിലായോ? മോളിക്കോ താഴേക്കോ നോക്കും. അതാണ് സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ചയെ തിട്ടപ്പെടുത്തുന്ന അളവുകോലാണ് എന്ത്? സാമ്പത്തിക വളർച്ച നിരക്ക്. ദേശീയ, ഇനി എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്? ദേശീയ വരുമാനത്തിലുണ്ടാകുന്ന വർധനവിനെ അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. ദേശീയ വരുമാനം നമ്മൾ നേരത്തെ പറഞ്ഞു, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അത് എത്രത്തോളം വർദ്ധിക്കുന്നു. കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും നമ്മുടെ സേവന മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസവും ഹോസ്പിറ്റലും എഡ്യൂക്കേഷൻ സെക്ടറും എല്ലാം ഉൾപ്പെടുന്ന സേവന മേഖല. എല്ലാ മേഖലയിലും കൂടി നമ്മൾ മൊത്തം പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പണമൂല്യം, അല്ലെ? അപ്പൊ അതിന്റെ വർധനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിന്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്, അല്ലെ? മുൻ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് എത്ര വർധനവുണ്ടായി, അല്ലെ? ഇതാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച. നമുക്ക് മനസ്സിലാവും, പ്യുവർലി സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിഗറിലുള്ള വളർച്ചയാണ്, അല്ലെ? നമ്മുടെ മണി വാല്യൂവിലുള്ള വളർച്ചയാണ്. അതാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച. ഓക്കെ, ഇപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കിയേ. വ്യാവസായിക ഉൽപാദനം കൂടുന്നു, ഒബ്വിയസ്ലി, അല്ലെ? നമ്മൾ കൂടുതൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപാദനം കൂടുന്നു, നമ്മുടെ ആണവ വൈദ്യുതിയുടെ ഉൽപാദനം കൂടുന്നു, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൽക്കരി അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായം നമ്മൾ കൂടുന്നു. അങ്ങനെയുള്ള വ്യവസായ മേഖലയിൽ നമുക്ക് ഉൽപാദനം കൂടിയാൽ അതൊരു സാമ്പത്തിക വളർച്ച കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാർഷികോൽപാദനം കൂടുന്നു, അവിടെയും സാമ്പത്തിക വളർച്ച കൂടിയെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. സേവന മേഖല വളരുന്നു. ഏതാണ് സേവന മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടും? നമ്മൾ ടൂറിസം, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ, അല്ലെ? ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകൾ, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതൊക്കെ സേവന മേഖലയാണ്, അല്ലെ? നമ്മുടെ ഇക്കോണമിയുടെ 3 സെക്ടർ ഉണ്ട്. അതിൽ ഒന്നാമത്തെ സെക്ടറാണ് നമ്മൾ ഈ പറയുന്ന കാർഷിക മേഖല, രണ്ടാമത്തെയാണ് വ്യാവസായിക മേഖല, മൂന്നാമത്തെയാണ് നമ്മുടെ സേവന മേഖല. ഈ 3 മേഖലയിലുള്ള വളർച്ച. പിന്നെ വാങ്ങൽ ശേഷി കൂടുന്നു. വാട്ട് ഈസ് വാങ്ങൽ ശേഷി? നമ്മുടെ പർച്ചേസിങ് പവർ ആണ് വാങ്ങൽ ശേഷി, അല്ലെ? അതായത് നമ്മുടെ കയ്യിൽ കാശ് വേണം, അല്ലെ? നമ്മുടെ വാങ്ങൽ ശേഷി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ കാശുണ്ടാവുക. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ആരാ? നമുക്ക് വാങ്ങിക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും വാങ്ങിക്കൂട്ടാം. നമ്മുടെ കയ്യിൽ 100 രൂപ നമ്മുടെ കയ്യിൽ ഇന്നുള്ളൂ, നമുക്ക് 100 രൂപയ്ക്കുള്ള സാധനം വാങ്ങാൻ പറ്റൂ. നാളെ നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്, സാമ്പത്തിക വളർച്ച വന്നു, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, അല്ലെ? അതായത് പൈസ വന്നവൻ എന്ത് ചെയ്യും? അവന്റെ പർച്ചേസിങ് പവർ കൂടും, അവൻ വാങ്ങിക്കൂട്ടും. അപ്പൊ ആൾക്കാരുടെ വാങ്ങൽ ശേഷി കൂടിയാൽ അതിന്റെ അർത്ഥം അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടെന്നാണ്. വാങ്ങൽ ശേഷി കൂടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? നമ്മുടെ കയ്യിൽ കാശുണ്ട്, നമ്മൾ പോയി മാർക്കറ്റിൽ സാധനം വാങ്ങുന്നു, അല്ലെ? മാർക്കറ്റിലുള്ള സാധനങ്ങൾ സെയിലായി പോകുന്നു, അതിനനുസരിച്ച് കമ്പനികളിൽ പ്രൊഡക്ഷൻ കൂടുന്നു, അല്ലെ? പ്രൊഡക്ഷൻ കൂടി, അത്ര ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ആയി, അവിടെ അത്രയും പേർക്ക് വരുമാനമായി, അങ്ങനെ അതിങ്ങനെ ഒരു സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മൊത്തത്തിലൊരു വളർച്ചയാണ്. ഉൽപാദനം നടക്കുന്നു, അല്ലെ? മാർക്കറ്റിലേക്ക് എത്തുന്നു, മാർക്കറ്റിൽ സെയിലാകുന്നു, അല്ലെ? മണി സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാമ്പത്തിക വളർച്ച എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിലൊക്കെയുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള
ഈ ഒരു വളർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്? സിംപ്ലി നമ്മൾ മനസ്സിലാക്കുക, ഓരോ വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടാവുന്ന വളർച്ച. നമ്മൾ ഫിഗർ ബേസിൽ പറയുന്നതാണ് അതായത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പത്തിക വളർച്ച അളക്കാനായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സൂചകം എന്താണ്? അതാണ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം, അഥവാ ഇതിനെ നമ്മൾ ആവറേജ് ഇൻകം എന്ന് പറയും. ആവറേജ് ഇൻകം എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് പറയാം? അല്ലെങ്കിൽ ഇതിനെ ആളോഹരി വരുമാനം എന്നും പറയാം കേട്ടോ. ആവറേജ് ഇൻകം എന്നും പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ആളോഹരി വരുമാനം എന്നും പറയാം. ഓക്കെ, ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി നമ്മുടെ വീട്ടില് 4 പേരുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെ? 4 പേരുണ്ട് നമ്മുടെ വീട്ടിലെ. ആകെ ഒരു സാലറി ഒരു മാസം വരുന്നത് 60,000 രൂപയാണ്. ജോലിക്ക് പോകുന്ന ചിലപ്പോൾ ഒരാളാവാം, അത് ഒരാളുടെ സാലറി ആവാം, 2 ആളാവാം, 4 ആളാവാം ജോലിക്ക് പോകണം. ഈ 60,000 രൂപ നമ്മൾ വീട്ടിലുള്ള 4 അംഗങ്ങൾക്ക് കൂടി ഡിവൈഡ് ചെയ്തു. ഒരാൾക്ക് എത്ര കിട്ടി? 60,000 ഡിവൈഡ് ബൈ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 15,000 വരും, അല്ലേ? അപ്പോൾ ഒരാൾക്ക് 15,000. അപ്പൊ ആളോഹരി വരുമാനം എത്രയാ? 15,000, അല്ലേ? പക്ഷെ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടോ? എല്ലാവർക്കും വരുമാനം ഉണ്ടോ? എല്ലാവരുടെയും കയ്യിൽ കാശുണ്ടോ? ഇല്ല. 1-2 ആളുടെ കയ്യിലായിരിക്കും പൈസ ഉണ്ടാവാം. ഇനി ആവറേജ് ഇൻകം കൂടാന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ വരുമാനം കൂടി എന്നുള്ളതാ. ഈ ആവറേജ് ഇൻകം കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്നെങ്കിൽ അവിടെ ആൾക്കാരുടെ എണ്ണം കുറയണം, അല്ലേ? അപ്പൊ ഈ 60,000 3 ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിലോ അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? നമുക്ക് വരുമാനം കൂടണം, അല്ലേ? വരുമാനം കൂടണം, അപ്പോഴാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കൂടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പോപ്പുലേഷൻ നമ്മുടെ വീട്ടിൽ ഈ 4 ആളെന്നുള്ളത് 5 ആളായെന്ന് വിചാരിക്കുക. 5 ആളായിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ആവറേജ് എത്ര കിട്ടും? നമുക്കൊരു 12,000 രൂപയാണ് കിട്ടുള്ളൂ, അല്ലേ? അതായത് നമ്മുടെ പോപ്പുലേഷന്റെ അളവ് കൂടണേക്കാളും അധികമായിട്ട് ഇൻകം കൂടണം. നമ്മുടെ വീട്ടിൽ 4 ആളുണ്ടായ വീട്ടിൽ 5 ആൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻകം കൂടണം എന്നാണ്, അല്ലേ? ഇൻകം കൂടണം. അപ്പൊ മറ്റാരെങ്കിലും കൂടി ജോലി ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ്, ഒരു രാജ്യത്തിന്റെ വികസനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിനേക്കാളും സ്പീഡിൽ കൂടേണ്ടത് എന്താണ്? ഇൻകമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? നമ്മുടെ പ്രതിശീർഷ വരുമാനം, ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ മൊത്തം വരുമാനത്തെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കും? നമ്മൾ അതിനെ മൊത്തം വരുമാനത്തെ ടോട്ടൽ പോപ്പുലേഷനോട് ഹരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രതിശീർഷ വരുമാനം സമയം എന്താണ്? നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അതായത് മൊത്ത ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ എന്ത് വരും? മൊത്തം ജനസംഖ്യ. അതാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം. കോൺസെപ്റ്റ് മനസ്സിലായോ? നമുക്ക് നോക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന അളവുകോലാണ് പ്രതിശീർഷ വരുമാനം. വികസന സൂചികളിൽ ഏറ്റവും ലളിതവും പരമ്പരാഗതവുമായ വികസന സൂചിക പണ്ടേ തൊട്ടുള്ളതാണ്. ഓക്കെ, ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് എന്ത്? പ്രതിശീർഷ വരുമാനം. അതിലിപ്പോ ഈ ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനം എന്ന് പറയുമ്പോൾ അവിടെ അംബാനി ഉണ്ട്, അദാനി ഉണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ അവർക്കും കൂടി കിട്ടുന്ന വരുമാനം കൂടിയാണ് എല്ലാവർക്കും കൂടി വീതം വെക്കുന്നത്. അപ്പൊ ആവറേജ് ഒരാൾക്ക് ഇത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ആക്ച്വലി അത് അവരുടെ കയ്യിലില്ല, അല്ലേ? അത് സമ്പത്ത് ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് കുമിഞ്ഞു കൂടിയേക്കണം എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം പറയുമ്പോൾ നമ്മൾ പറയും ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ്. ഓക്കെ, യഥാർത്ഥ പ്രതിശീർഷ വരുമാനമാണ് വികസനത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്നത്. അതിനാൽ വളർച്ച അല്ലെങ്കിൽ വികസനം അളക്കുന്നത് ഒരു കാലഘട്ടത്തിലെ യഥാർത്ഥ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് യഥാർത്ഥ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണേ 2010 എത്ര വരുമാനം ഉണ്ടായി? നമ്മൾ പറയണ ആവറേജ് ഒരാൾക്ക് 20,000 രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. 2020 ആയപ്പോഴേക്കും എത്ര വന്നു? അത് കൂടിയോ കുറഞ്ഞോ? അല്ലേ? അത് കൂടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം? ഒന്നുകിൽ അവിടെ ആ വരുമാനം കൂടാം, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം, ജനസംഖ്യയിലെ എണ്ണം കുറയാം, അല്ലേ? അങ്ങനെ 2 കാര്യം നമുക്ക് സംഭവിക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിന്റെ വികസനം അളക്കുന്നത് ഒരു കാലഘട്ടത്തിലെ പ്രതിശീർഷ വരുമാനം എടുക്കണം, അല്ലെ? ഒരു കാലഘട്ടത്തിലെ വരുമാനം എടുത്തിട്ട് അതിന്റെ വ്യത്യാസം നമ്മൾ നോക്കണം. 2020 നിന്ന് 2030 എത്ര ഉണ്ടായി, കൂടിയോ കുറഞ്ഞോ, അല്ലെ? അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു വർധനവ് മനസ്സിലാവുള്ളൂ. യെസ്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് എന്ത്? പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ പോയിന്റ്. എന്താണ്? ദേശീയ വരുമാനത്തെ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുക. എത്ര ജനസംഖ്യ ഉണ്ട് ഇവിടെ? ഏകദേശം 144 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ മൊത്തം വരുമാനത്തെ നമ്മൾ ഇത്രയും കോടി ജനങ്ങൾ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രതിശീർഷ വരുമാനം കിട്ടും. ഈ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഈ ആവറേജ് ഇൻകം അഥവാ നമ്മുടെ ആളോഹരി വരുമാനം അഥവാ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം, ഇത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? നമ്മൾ ഉപയോഗിക്കുന്നത് രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും, കണ്ടോ, രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കുവാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു. നമ്മൾ ചൈനയുടെ എടുക്കും, US എടുക്കും, നമ്മൾ എവിടെ നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അതായത് ഒരു രാജ്യത്തിൽ ഇത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് അളക്കുന്നത്. ഓക്കെ. ഇനി പ്രതിശീർഷ വരുമാന സൂചിക അനുസരിച്ച് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട ഘടകങ്ങളാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്, ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്നിവ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സാമ്പത്തിക വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ ജനസംഖ്യയുടെ പ്രാധാന്യം മനസ്സിലായോ? ഒന്നുകിൽ നമുക്ക് ജനസംഖ്യയുടെ നിരക്ക് കൂടുന്നതിനേക്കാളും സ്പീഡിലായിരിക്കണം വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്. ഇതാ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ, അല്ലേ? പ്രതിശീർഷ വരുമാനം കൂടണമെങ്കിൽ എന്താണ്? ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് കൂടണം ജനസംഖ്യ വളർച്ചാ നിരക്കിനെ. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു 60,000 രൂപ ഒരു വീട്ടിൽ ഇൻകം ഉണ്ട്, 4 ആൾ കൂടി നമ്മൾ വീതിക്കും 15,000 വരും. അഞ്ചാമത്തെ ഒരു കുട്ടി കൂടി ആ വീട്ടിലേക്ക് വന്നാൽ എന്തായി? അത് നമുക്ക് കുറയും, 12,000 ആവും. അപ്പൊ ഒന്നുകിൽ നമ്മുടെ വരുമാനം കൂടണം, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പ്രതിശീർഷ വരുമാനം കൂടുള്ളൂ. നമുക്ക് ഇത്രയും നേരം പറഞ്ഞ് ക്ലിയർ ആയോ? എങ്ങനെയെന്ന് വിചാരിക്കണു? ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഓക്കെ. അപ്പൊ പ്രതിശീർഷ വരുമാനത്തിന്റെ പോരായ്മകൾ നോക്കാം. ഇതൊരു ശരാശരി വരുമാനമാണ്, അല്ലെ? പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഒരു ശരാശരി വരുമാനമാണ്. പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ പറയണം ഒരാളുടെ കയ്യിലൊക്കെ ആവറേജ് 20,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 20,000 രൂപ ആക്ച്വലി അയാൾക്കില്ല. അതായത് അയാൾക്ക് ആ ജീവിത ഗുണമേന്മ ഇല്ല. അംബാനിക്കോ അദാനിക്കോ ഉള്ള മാതിരി ചേരിയിൽ കിടക്കുന്നൊരു മനുഷ്യനില്ല, അല്ലെ? അതുകൊണ്ട് നമുക്ക് ആ ഗുണമേന്മ കൈവരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇനി ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത തുടങ്ങിയവ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല, അല്ലെ? പ്രതിശീർഷ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ അയാൾക്ക് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ, അവർക്ക് നല്ല ഫുഡ് കിട്ടണോ എന്നൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ജസ്റ്റ് ഒരു ആവറേജ് ഒരു ഇൻകം ഇത്രയുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെ? അപ്പൊ അവർക്ക് അതിന് ഗുണമേന്മയില്ല. ഇനി സമ്പത്തിന്റെ വളർച്ചയ്ക്കപ്പുറം അതിന്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല, അല്ലെ? അതായത് സമ്പത്ത് വളരുന്നുണ്ട്, അതായത് റിച്ച് ബിക്കംസ് മോർ റിച്ച് അല്ലെങ്കിൽ പുവർ ബിക്കംസ് മോർ പുവർ ആണ്. അപ്പൊ റിച്ചായുള്ള ആളുകളുടെ കയ്യിലുണ്ട്, അത് എങ്ങനെ തുല്യമായ വിതരണം വഴി സാധാരണക്കാരന് കിട്ടണം, അങ്ങനെ അവനും ക്ഷേമം ഉണ്ടാവണം. അതൊന്നും നമുക്ക് ഈ പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കുന്നതിലൂടെ കണക്കാക്കാൻ പറ്റില്ല, അല്ലേ? പറ്റില്ലല്ലോ. കാരണം നമ്മൾ ആ ഇൻകം മാത്രം അളക്കുന്നു. ഇവന് എന്തൊക്കെ രീതിയിൽ വളർച്ച ഉണ്ട്. നമ്മൾ സമ്പന്നരായ വ്യക്തികളുടെ കയ്യിൽ നിന്ന് വരുമാനത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുക? അവരുടെ നമ്മൾ ടാക്സ് വാങ്ങിക്കും, അല്ലെ? ടാക്സ് വഴിയായിട്ടാണ് ഗവൺമെന്റിലേക്ക് വരുന്നത്. പിന്നെ ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ വഴിയായിട്ടാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വളർച്ചയെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഇതിനകത്ത് കണക്കാക്കുന്നില്ല. അത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ
ഒരു പോരായ്മയാണ്, പ്രതീക്ഷിച്ച വരുമാനത്തിന്റെ പോരായ്മയാണ്. ക്ലിയർ ആണോ? ഇനി ഞാൻ നമ്മൾ ഈ സാമ്പത്തിക വികസനത്തിലേക്ക് പോവാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? നമ്മൾ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാമ്പത്തിക വളർച്ച എന്താന്ന് നമ്മൾ പറഞ്ഞു. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ വരുമാനത്തിലുണ്ടാകുന്ന എന്താണ്? വളർച്ചയാണ്. ദേശീയ വരുമാനത്തിൽ ഫിഗർ ബേസിൽ വരുന്ന വളർച്ചയാണ്. സാമ്പത്തിക വളർച്ച അളക്കുന്നതിനുള്ള നമ്മുടെ ഒരു ഏകകം എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പോകുന്നത് സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഇതാണ്: സാമ്പത്തിക വളർച്ചയുടെ കൂടെ ജീവിത ഗുണനിലവാരം കൂടി ഉയരുക. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സാമ്പത്തിക വളർച്ച അളക്കുമ്പോൾ നമ്മൾ അവന് വിദ്യാഭ്യാസം ഉണ്ടോ, അവന് സ്കില്ലുണ്ടോ, അവന് നല്ല ഫുഡ് കിട്ടുന്നുണ്ടോ, ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുന്നുണ്ടോ, അവന് ആരോഗ്യമുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല, അല്ലേ? സാമ്പത്തിക വളർച്ചയിൽ അതൊന്നും നോക്കുന്നില്ല. പക്ഷെ സാമ്പത്തിക വികസനത്തിൽ നമ്മൾ എന്ത് നോക്കും? അവന്റെ ജീവിത ഗുണനിലവാരം കൂടി നമ്മൾ അളക്കും. ഇപ്പൊ സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ചയാണ്, അല്ലെ? കാശുണ്ടായിട്ട് അതിനനുസരിച്ച് ജീവിക്കാത്തൊരു മനുഷ്യൻ, അല്ലെ? ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ, അല്ലെ? അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് വികസനം കൂടി വരണം, അതെല്ലാവർക്കും ഉണ്ടാവണം. ഇപ്പൊ സാമ്പത്തിക വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമുക്കൊന്ന് നോക്കാം, അല്ല അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. സാമ്പത്തിക വളർച്ച നമ്മൾ ഓൾറെഡി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് നോക്കിയാൽ സാമ്പത്തിക വളർച്ച ഒന്ന് നോക്കാം. ഉൽപാദനത്തിലും വരുമാനത്തിലുള്ള വർധനവ്, അല്ലെ? അതേസമയം സാമ്പത്തിക വികസനത്തിൽ എന്താ വരുന്നത്? ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയാണ്. ജീവിത ഗുണനിലവാരം ഞാൻ പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്, വ്യക്തികളുടെ, മനുഷ്യരുടെ. ഓക്കെ, ഇനി സാമ്പത്തിക വളർച്ചയിൽ എന്താ വരുന്നത്? ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോല്, അല്ലെ? GDP-യുടെ വളർച്ചയാണ് നമ്മുടെ അളവുകോൽ എന്ന് പറയുന്നത്. അതേസമയം സാമ്പത്തിക വികസനത്തിൽ കുറച്ച് സൂചികകളുണ്ട്. നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ പറഞ്ഞ പോലെ, അതായത് ഭൗതിക ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു. അതെന്താ നമുക്ക് പറയാം, ഈ രണ്ട് സൂചികകൾ. ഓക്കെ, ഇനി സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു, അല്ലെ? നമ്മൾ പറഞ്ഞു ഇത് ഫിഗറാണ്, അല്ലെ? സംഖ്യാപരമായിട്ട് സൂചിപ്പിക്കും. നമുക്ക് പറയാം ഇത്ര ശതമാനം വളർച്ചയുണ്ടായി എന്നും കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ സാമ്പത്തിക വികസനത്തിൽ എങ്ങനെയാണ്? ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു, അല്ലെ? അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കൂടാ ചെയ്യണേ, ക്വാളിറ്റി കൂട്ടുന്നു. ഓക്കെ, സാമ്പത്തിക വളർച്ചയിൽ എന്താണ്? സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നു, അല്ലെ? സാമ്പത്തിക വളർച്ച അല്ല, അത് മാത്രം നോക്കുന്നു. പക്ഷെ സാമ്പത്തിക വികസനം വരുമ്പോൾ എന്താണ്? സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അവർക്ക് സമൂഹത്തിൽ അവർ എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പൊളിറ്റിക്സിൽ ഒരു ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ പ്രത്യേക ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ, സ്ത്രീകൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കും. ഇപ്പൊ നമ്മളിപ്പോ പോവർട്ടി എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല. പോവർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാന്യമായിട്ട് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ, സമൂഹത്തിൽ ബഹുമാനം കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്ക് പോവർട്ടിയാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ പുതിയ കാലഘട്ടത്തിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇതെല്ലാം നമുക്ക് പോവർട്ടിയിൽ ഡെഫിനിഷനിൽ നമുക്ക് വരും. ഓക്കെ, ഇനി സാമ്പത്തിക വളർച്ച എന്താണ്? ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് വളർച്ച ഉണ്ടാവും, അല്ലെ? 2024 2025 പെട്ടെന്ന് വളർച്ച കൂടാം. കാരണം അഗ്രികൾച്ചർ നന്നായിട്ട് പോയി, ഡ്രോട്ട് വന്നില്ല, ഫ്ലഡ് വന്നില്ല, നല്ല വിളവുണ്ടായി, അഗ്രികൾച്ചർ സെക്ടർ വന്നു, അത് വ്യവസായ മേഖലയെ ബൂസ്റ്റ് ചെയ്യും. അതായത് നല്ല രീതിയിലുള്ള ഒരു ക്യാപിറ്റലിന്റെ ഒഴുക്കുണ്ടായി. ഓക്കെ, അപ്പൊ അതെല്ലാം, അല്ലെങ്കിൽ വേറെ സാമ്പത്തികമായ ഡിപ്രഷൻ ഒന്നും, ഫിനാൻഷ്യൽ ഡിപ്രഷൻസ് ഒന്നും വന്നില്ല. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവും. ചിലപ്പോൾ നേരെ താഴ്ത്തിക്കും പോവാം. പക്ഷെ വികസനം എങ്ങനെയാണ്? വികസനം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായി പെട്ടെന്ന് പോകുന്ന ഒരു സാധനമല്ല, ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെ? നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഒരു തലമുറേനെ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്ത് അവരൊന്ന് സ്കില്ല് ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ എത്ര സമയം എടുക്കും? അവർക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എത്ര സമയം എടുക്കും, അല്ലെ? അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഷെൽട്ടർ, വീട് കൊടുക്കുന്നു, കുടിവെള്ളം കൊടുക്കുന്നു, ഇതൊക്കെ നടപ്പിലാക്കി കൊണ്ടുവരാനായിട്ട് കുറേ സമയമെടുക്കും, അല്ലെ? നമുക്ക് അവരുടെ ആളുകളുടെ സാമ്പത്തിക വികസനത്തിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പാർപ്പിടം, ഭക്ഷണം, എന്താണ് അതെല്ലാം അവർക്ക് ഫുൾഫിൽ ചെയ്യണം. അപ്പൊ അതൊക്കെ ദീർഘകാലയളവ് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്
ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് വളർച്ച എന്താണ്, വികസനം എന്താണ്, രണ്ട് കാര്യങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ സാമ്പത്തിക വികസനത്തിന്റെ എന്തൊക്കെയാണ് സൂചകങ്ങൾ എന്നുള്ളേക്ക് പറയാം. സാമ്പത്തിക വളർച്ചയുടെ സൂചകം എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തേന് ആരെങ്കിലും. നമ്മളൊന്ന് ടൈപ്പ് ചെയ്തേന് സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചകം, അല്ലെങ്കിൽ അത് എങ്ങനെ അളക്കാന്നാണ് നമ്മൾ പറഞ്ഞേ. ഒന്ന് ടൈപ്പ് ചെയ്യൂ, ക്ലാസ് കേട്ട് അവിടെ ചുമ്മാ ഇരിക്കാണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്താണ് സാമ്പത്തിക വളർച്ചയുടെ സൂചകം? നിഷ ജോയ്, എന്താണ് സാമ്പത്തിക വളർച്ചയുടെ സൂചകം എന്ന് പറയുന്നത്? എല്ലാവരും ഉറങ്ങിയാ? നമ്മൾ സാമ്പത്തിക വളർച്ച അളക്കാനുള്ള സൂചകം എന്താണ്? നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, മെൽവി. അതിനെ നമ്മൾ എന്താ പറയാ? പെർ ക്യാപിറ്റ ഇൻകം അല്ലെ? പെർ ക്യാപിറ്റ ഇൻകം, അല്ലെങ്കിൽ നമ്മൾ പറയും നമുക്ക് GDP-യിലുള്ള വളർച്ചയാണെന്നും പറയാം. നമ്മൾ പഠിച്ചതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, ഗുഡ്. എല്ലാവരും കേട്ടോട്ടാ. ഓക്കെ. ഇനി മാനവ വികസനം കേട്ടാ. വേറെ ആരാ ടൈപ്പ് ചെയ്തേ? ഓക്കെ. പെർ ക്യാപിറ്റ ഇൻകം സിമിക്ക് എല്ലാവരും ഇത് ടൈപ്പ് ചെയ്തോ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആവട്ടെ കേട്ടാ. നമ്മളെങ്കിൽ ഇങ്ങനെ ഉറങ്ങിപ്പോവും. നോട്ട് എഴുതാണ്ട് നോട്ട് ഒരു ഗ്രൂപ്പിൽ കിട്ടുമല്ലോ, അപ്പൊ അത് കാരണം എഴുതാലോ എന്ന് വിചാരിച്ചിട്ട് നോട്ട് എഴുതാണ്ടും നമ്മൾ കേട്ടിരുന്ന് ഇങ്ങനെ നിങ്ങളിങ്ങനെ ഉറങ്ങിപ്പോയത്. ഓക്കെ. പെർ ക്യാപിറ്റ ഇൻകം മനീഷ. യെസ്. അപ്പൊ ഇനി നമുക്ക് മാനവ വികസനം, അതായത് നമ്മൾ പറഞ്ഞത്, നമ്മൾ സാമ്പത്തിക വികസനം പറഞ്ഞു. സാമ്പത്തിക വികസനം എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതിന്റെ അളവുകോലുകളാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? മാനവ വികസനം. നമ്മളപ്പോ ഈ മാനവ വികസനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മാനവ വികസനം എന്താണ്, എങ്ങനെയൊക്കെയാന്ന് നമുക്ക് പറയാം. ഈ മാനവ വികസനം എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ മെഹബൂബ് ഉൽ ഹക്ക്. ഉണ്ടോ? മെഹബൂബ് ഉൽ ഹക്ക്. മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ. മെഹബൂബ പാട്ടോർത്താൻ മതി കേട്ടാ. മെഹബൂബ പാട്ടോർത്താൻ മതി. മെഹബൂബ് ഉൽ ഹക്ക്. ഇത് വേറൊരു വ്യക്തിയുണ്ട്, നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ചിലപ്പോൾ വേറൊരാളുടെ പേര് പഠിക്കാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് യൂനുസ്. അയാൾ ഏത് രാജ്യക്കാരനാണെന്ന് അറിയാമോ? മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ് നമ്മുടെ അപ്പുറത്തേക്ക് പോവാ നമ്മള്, അല്ലെ? നമ്മുടെ വെസ്റ്റില് പാകിസ്ഥാനാണെങ്കിൽ നമ്മുടെ ഈസ്റ്റിലേക്ക് പോവാ. ഏതാണ്? ബംഗ്ലാദേശുകാരനാണ് ഇദ്ദേഹം. ഒരു നോബൽ ലോറേറ്റ് ആണ്. ബംഗ്ലാദേശില് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ബംഗ്ലാദേശിൽ ഗവൺമെന്റ് ഫോം ചെയ്തപ്പോ അവിടുത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് വന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. എക്കണോമിക്സിൽ ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇദ്ദേഹം ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ആണ്. ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ മുഹമ്മദ് യൂനുസ്. ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. നമുക്ക് മണി ആൻഡ് ബാങ്കിങ്ങിൽ പഠിക്കാനുള്ളൊരു കാര്യമാണ്. എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കാരണം എനിക്ക് ആദ്യ കാലങ്ങൾ തെറ്റിപ്പോവാറുണ്ട്. അതായത് മെഹബൂബ് ഉൽ ഹക്ക് ആണ് മാനവ വികസനം എന്ന സങ്കല്പം ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി. മെഹബൂബ് ഉൽ ഹക്ക് പാകിസ്ഥാനാണ്. ഇവിടെ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശാണ്. നമ്മളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തെറ്റിപ്പോകരുത്. ഇപ്പൊ ഗ്രാമീൺ ബാങ്കുകളുടെ പിതാവാണ് ഇദ്ദേഹം, മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശുകാരൻ. ഇത് നമ്മൾ മാനവ വികസനം മെഹബൂബ് ഉൽ ഹക്ക്. അദ്ദേഹം, നമ്മൾ ഈ ഒരു മാനവ വികസനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അർത്ഥവത്തായ ജീവിതം സാധ്യമാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. എന്ത് സാഹചര്യമായിരിക്കും നമ്മൾ സൃഷ്ടിക്കുക? അവരുടെ ഷെൽട്ടർ, അവർക്ക് ഫുഡ്, അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ. മാനവികസനത്തിന്റെ പ്രധാനപ്പെട്ട മാനങ്ങൾ എന്തൊക്കെയാണ്? ദീർഘവും ആരോഗ്യപൂർണവുമായ ജീവിതം നയിക്കുക. അതായത് നമ്മൾ പെട്ടെന്ന് തട്ടിപ്പോവരുത്, അല്ലെ? നമ്മളിപ്പോ എന്താണ്, നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോ കാലത്ത് പലരും ഇരിക്കുന്നില്ല, ചെറുപ്പക്കാരൊക്കെ. നമ്മളിപ്പോ ചിലപ്പോൾ നാളെ ഞാൻ ക്ലാസ് എടുക്കാം, അടുത്ത ക്ലാസ് ഞാൻ പറയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, ചിലപ്പോൾ കാണാൻ പറ്റില്ല, അല്ലെ? കാരണം എന്താണ്, നമ്മൾ ചിലപ്പോൾ സൈലന്റ് അറ്റാക്ക് ചെയ്ത് മരിച്ചു പോയിട്ടുണ്ടോ. അപ്പൊ മാനവ വികസനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീർഘവും ആരോഗ്യപൂർണവുമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇനി അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അറിവ് നേടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കും? സ്കൂൾ എൻറോൾമെന്റ് കൂട്ടാം, കോളേജ് എൻറോൾമെന്റ് കൂട്ടാം, സ്കൂളുകളും കാര്യങ്ങളും കൊടുക്കാം. അഭിമാനകരമായി ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ പ്രാപ്യമാക്കുക. എന്ന് വെച്ചാൽ എന്താ? അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുക, അല്ലെ? അഭിമാനകരമായിട്ട് ജീവിക്കാൻ എന്ത് വേണം? നമുക്ക് ജോലി വേണം. നമ്മളൊക്കെ എന്തിനാ പഠിക്കണേ? ഇവിടെ കുറെ പേര് PSC പഠിക്കണു, കേട്ടിട്ട് പഠിക്കണു. എന്തിനാണ്? ഒരു ജോലി കിട്ടിയ അഭിമാനത്തോടു കൂടി ആൾക്കാരെ മുന്നിൽ തലയുയർത്തി നിൽക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കണതൊക്കെ.
അപ്പൊ ആ ഒരു അഭിമാനകരമായി ജീവിക്കാൻ ആവശ്യമായ മാർഗം കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി, നമുക്കൊരു അഭിമാനമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് മാനവ വികസനത്തിലെ പ്രധാന മാനങ്ങൾ. അപ്പൊ ഈ അഭിമാനകരമായി ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ പ്രാപ്യമാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എംപ്ലോയ്മെന്റ് വേണം. എംപ്ലോയ്മെന്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്കിൽ ഡെവലപ്മെന്റ് വേണം അല്ലെ. അപ്പൊ സ്കില്ലുണ്ടാവണം. അപ്പൊ ആ ലെവലിലൊക്കെ നമ്മുടെ പിള്ളേരെ നമ്മൾ റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ് മാനവ വികസനത്തിൽ പ്രധാന മാനദണ്ഡമായിട്ട് ഉദ്ദേശിക്കുന്നത്. ചില പ്രധാന ഘടകങ്ങൾ എന്താണ്? വിഭവ പ്രാപ്യത എന്ന് വെച്ചാൽ റിസോഴ്സ് അല്ലേ. റിസോഴ്സസ് നമുക്ക് കിട്ടണം. അതായത് റിസോഴ്സ് അവൈലബിൾ ആകണം. മനസ്സിലായി? അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആണ് പറയാം. ഓക്കെ. അതായത് നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഈ വിദ്യാഭ്യാസമാണെങ്കിലും എന്താണെങ്കിലും എന്ത് റിസോഴ്സസ് ആണെങ്കിലും അത് എല്ലാവർക്കും അവൈലബിൾ ആവണം. അതുപോലെ ആരോഗ്യം ഉണ്ടായിരിക്കണം, വിദ്യാഭ്യാസം കിട്ടണം. ഇതൊക്കെയാണ് മാനവ വികസനത്തെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇനി മാനവ വികസനം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താന്ന് നോക്കാം. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നേടിയെടുക്കാനുള്ള ശേഷിയും സ്വാതന്ത്ര്യവും ജനങ്ങൾക്ക് ഇല്ലാത്ത സാഹചര്യം. നമ്മുടെ കേരളം എന്ന് പറയുന്നത് മാനവ വികസനത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇന്ത്യയിൽ. അതായത് ഈ മാനവ വികസനത്തിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. നമ്മളിപ്പോൾ ഫിൻലൻഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യത്തിന്റെ വികസന സൂചികയുടെ ഇൻഡെക്സ് എത്രയാണോ അതിനോടൊപ്പമാണ് കേരളം നിൽക്കുന്നത്. അത്രയും ഉണ്ട്. കാരണം നമ്മൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെ. നമ്മുടെ സാക്ഷരത കേരളം എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്ക് അതിനുള്ള ശേഷിയും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല അല്ലെ. നമുക്ക് സാമൂഹികമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സെക്രട്ടറിയുടെ മുന്നിൽ പോയി കിടന്ന് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വരെ ഉണ്ട് അല്ലെ. അപ്പൊ അത്രയും നേടിയെടുക്കാനുള്ള ശേഷിയും സ്വാതന്ത്ര്യമൊക്കെ ജനങ്ങൾക്ക് ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ മാനവ വികസനം ഇല്ല. അറിവ് നേടാൻ കഴിയാത്ത അവസ്ഥ, സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെ. ആ അവസ്ഥ മാനവ വികസനം വിവരിക്കുന്ന പ്രധാന പ്രശ്നമാണ്. അറിവ് നേടാൻ കഴിയാത്ത അവസ്ഥ ഉള്ളത് കൊണ്ടാണ് മലാല യൂസഫ്സായിക്ക് വെടിയേൽക്കേണ്ടി വന്നത് അല്ലെ. ഓക്കെ. സ്കൂളിൽ പോകാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവര് പ്രവർത്തിച്ചത്. ഇനി ദാരിദ്ര്യം, സാമൂഹ്യ വിവേചനം, സ്ഥാപനപരമായ കെടുകാര്യസ്ഥത, ഇതൊക്കെ ഇങ്ങനെയുള്ള നെപ്പോട്ടിസം കാര്യങ്ങളെല്ലാം. അപ്പൊ അതെല്ലാം മാനവ വികസനം വിവരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ. മാനവ വികസനം എന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, അവർക്ക് ആരോഗ്യം ഉണ്ടാവണം, അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഓക്കെ. അവർക്ക് എല്ലാ റിസോഴ്സസും അവൈലബിൾ ആവണം അല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിച്ച മാനവ വികസനം എന്ന് പറയുന്നത്. ഈ മാനവ വികസനം ഉണ്ടെങ്കിലാണ് സാമ്പത്തിക വികസനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മാനവ വികസനം നമ്മൾ എങ്ങനെയൊക്കെയാണ് കണക്കാക്കുക? അതിന് കുറച്ച് വികസന സൂചികകളുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യമാണ് മാനവ വികസന സൂചിക. ഓക്കെ. മാനവ വികസനത്തിന് ഒന്നാമത്തെ കാര്യമാണ് മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. രണ്ടാമത്തെ കാര്യമാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, അതായത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അഥവാ PQLI. മൂന്നാമത്തെ കാര്യമാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. നാലാമത്തെ കാര്യമാണ് മാനവ സന്തോഷ സൂചിക ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഓക്കെ. വികസന സൂചികകൾ ഓരോന്നും എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാ നോക്കാം. മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താ നോക്കാം. ഓക്കെ. എന്താണ് നമ്മൾ പഠിക്കാൻ പോണത്? മാനവ വികസന സൂചിക HDA അല്ലെ. അപ്പൊ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക. എന്താണ്? മനുഷ്യന്റെ സമഗ്ര പുരോഗതി ട്ടാ. സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന. ഓക്കെ. അത് നിലവിൽ വന്ന വർഷം ശ്രദ്ധിക്കുക. 1990 നിലവിൽ വന്നത്. തയ്യാറാക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടല്ലോ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ്, അതിൻ്റെ ഒരു വിങ്ങാണ്. ഐക്യരാഷ്ട്രസഭയുടെ എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ വികസന സമിതിയാണ് അല്ലെ. ഐക്യരാഷ്ട്രസഭയുടെ വികസന സമിതിയാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് തയ്യാറാക്കുന്നത്. UNDPയുടെ നിർവചനം അനുസരിച്ച് മാനവ വികസനം എന്താന്ന് നോക്കിയേ. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയ അല്ലെ. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം. നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു മാനവ വികസനമാണ്. നിങ്ങൾക്ക് പനി വന്ന അടുത്ത് പോകാൻ, നിങ്ങൾക്ക് അസുഖം വന്ന അടുത്ത് പോകാൻ ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മാനവ വികസനത്തിൽ നിങ്ങൾക്ക് ഉണ്ട് മാനവ വികസനം അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്ന് പറയുന്നത്. അവസരങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഉണ്ടാവണം ഈ പറഞ്ഞ ഡെവലപ്മെന്റ്. ഓക്കെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1990 മുതലാണ് UNDP ഇത് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. ഇനി ഒരു രാജ്യത്തെ നമ്മൾ വികസിതം, വികസ്വരം, അവികസിതം,
എന്നിങ്ങനെ തരംതിരിക്കുന്ന അളവുകോലാണ് HDA എന്ന് പറയുന്നത്. വികസിതം നമ്മൾ വികസിച്ചു കഴിഞ്ഞു. ചൈനയും നമ്മുടെ അമേരിക്കയും ഒക്കെ US ഒക്കെ പോലെ. വികസ്വര രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ അങ്ങനെ വികസ്വര രാജ്യം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയാം. അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വികസ്വരത അങ്ങനെ പറയാൻ പറ്റില്ല. അവികസം എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത ഒരു ഒരു കൺട്രി ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ. അതാണ് അവികസിതം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെയൊക്കെ തരംതിരിക്കുന്ന ഒരു അളവുകോലാണ് നമുക്ക് HDI. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് നമ്മൾ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. എന്തൊക്കെയാന്ന് നോക്കിയേ. പ്രതിശീർഷ വരുമാനം, ഇത് നമുക്ക് ചോദ്യമായിട്ട് വരാവുന്ന കാര്യമാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം, അഥവാ നമ്മൾ പഠിച്ച പെർ ക്യാപിറ്റ ഇൻകം. പിന്നെ വരുന്നതാണ് സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. നമ്മുടെ ലിറ്ററസി ആണ്. ലിറ്ററസിയും എന്താണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. ഞാൻ ഈ ഇംഗ്ലീഷ് വേർഡ് പറയാൻ കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പരിചയമുള്ള ആൾക്കാർക്ക് ഇത് അല്ലേ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇംഗ്ലീഷ് ടൈം വേണ്ടവരൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുഴപ്പമുണ്ട്, ചിലപ്പോൾ ഇംഗ്ലീഷ് പേര് തന്നെ ഒരു മലയാളത്തിൽ ഇട്ട് കളയും. ഓക്കെ, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. ഓക്കെ, ഇനി ആയുർദൈർഘ്യം. ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലൈഫ് എക്സ്പെക്ടൻസി ആണ്. എന്താണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി? ഇത് ആവറേജ് ഒരാൾ ജനിക്കുമ്പോൾ എത്ര വയസ്സ് വരെ ജീവിക്കും? നമുക്ക് പറയാം, ഇപ്പൊ നമുക്ക് 70 വയസ്സ് വരെ ഉണ്ട് നമ്മുടെ ആയുർദൈർഘ്യം ഇന്ത്യയിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ആൾക്കാർ 60-ലൊക്കെ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആയുർദൈർഘ്യം കൂട്ടണം എന്നാണ് പറയുന്നത്. ആളുകൾക്ക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പ്രത്യേകം ഉള്ള മരുന്നുകളും കാര്യങ്ങളും അത് കണ്ടെത്താനും കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അവയർനെസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ, ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ. പക്ഷെ നമ്മൾ ആയുർദൈർഘ്യം കൂട്ടാന്നുള്ളതാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പൊ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ ശരാശരി അവന്റെ ആയുസ്സിൽ എത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പൊ ആയുർദൈർഘ്യം കൂടിയിരിക്കണം എപ്പോഴും. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, ആയുർദൈർഘ്യം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ആയുർദൈർഘ്യം കൂട്ടണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ശിശുമരണ നിരക്ക് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ല. മാതൃ മരണനിരക്ക്, അതായത് പ്രസവത്തോടെ അമ്മമാര് മരിക്കുന്ന അവസ്ഥ, അത് കൂടണതും ആയുർദൈർഘ്യം അതിന് പോസിറ്റീവ് അല്ല അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഈ മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ മെഹബൂബ് ഉൽ ഹഖ എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. ആ പുള്ളിയാണ് അമർത്യാസൻ. അമർത്യാസൻ എന്ത് ചെയ്തു? ഈ ആദ്യമായിട്ട് നിലവിൽ വന്ന സൂചികയിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പുള്ളി ഒരു വിമർശനം നടത്തി. അങ്ങനെ അദ്ദേഹത്തിലൂടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇതൊന്നും കൂടി വികസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മെഹബൂബ് ഉൽ ഹഖും അമർത്യാസനും ചേർന്നാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയെന്ന് നമ്മൾ പറയും. ഈ അമർത്യാസൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നൊബേൽ ലൊറേറ്റ് ആണ് അല്ലെ. ഇന്ത്യയുടെ നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. ഏത് വർഷത്തിലാണ് നോട്ട് ചെയ്ത് വെക്കുക? 1998-ലാണ്. ഓക്കെ, അപ്പൊ അമർത്യാസൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്, നൊബേൽ ലൊറേറ്റ് ആണ്. ഇദ്ദേഹം പ്രധാനമായിട്ടും മനുഷ്യക്ഷേമത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഏക സാമ്പത്തിക നൊബേലാണ് അമർത്യാസെനിന്റെ നൊബേൽ സമ്മാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ വംശജനായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് അമർത്യാസെനാണ്. അപ്പൊ ആരെ കൂടിയിട്ടാണ് നമ്മുടെ HDI ഡെവലപ്പ് ചെയ്തത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക ഡെവലപ്പ് ചെയ്തത് മെഹബൂബ് ഉൽ ഹഖും അമർത്യാസെനും കൂടിയിട്ടാണ്. ഓക്കെ അല്ലേ? എന്നുള്ള HDIനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞേ? നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയാ. മാനവ വികസന സൂചിക ഏത് വർഷത്തിൽ നിലവിൽ വന്നു? പെട്ടെന്ന് ടൈപ്പ് ചെയ്യാമോ? ഏത് വർഷത്തിൽ നിലവിൽ വന്നു? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? ഏത് വർഷത്തിൽ? 1990. യെസ്, നീതു പറഞ്ഞു 90. ആരാണ് ഇത് തയ്യാറാക്കുന്നത്? തയ്യാറാക്കുന്നത് ആരാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് UNDP അല്ലെ. UNDP. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്?
മൂന്നെണ്ണം ഉണ്ട് അല്ലെ. പ്രതിശീർഷ വരുമാനം, നമ്മുടെ ലിറ്ററസി ആണ്, സാക്ഷരത, പിന്നെ ആയുർദൈർഘ്യം. ഇത് വികസിപ്പിച്ചത് മെഹബൂബ് ഉൽ ഹക്ക്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? രാജ്യം കമന്റ് ചെയ്യൂ. രാജ്യം മെഹബൂബ് ഉൽ ഹക്ക്. മെഹബൂബ് ഉൽ ഹക്ക് അദ്ദേഹത്തിന്റെ ഏത് രാജ്യക്കാരനാണ്? മെഹബൂബ് ഉൽ ഹക്ക് പാകിസ്ഥാൻ. ഓക്കെ, ജൻസി പാകിസ്ഥാൻ. പിന്നെ അമർത്യാസൻ, ഇന്ത്യയുടെ അമർത്യാസനും കൂട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി ഇത് സാധ്യമാകുന്ന ഘടകങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലെ. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യം, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ പരിശീലനം, സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെയാണ്. ഇനി നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാഷ്ട്രങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കും. അതായത് കണ്ടോ, വളരെ ഉയർന്ന മാനവ വികസനം 0.8 മുതൽ 1 വരെ. നമ്മൾ ഇതിന്റെ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവ വികസന സൂചികയുടെ മൂല്യം രേഖപ്പെടുന്നത് 0-നും 1-നും ഇടയിലാണ്. അതിനിടയിൽ തന്നെ 0.8 തൊട്ട് 1 വരെ എന്ന് പറഞ്ഞാൽ ഉയർന്ന മാനവ വികസനമാണ്. എന്ന് വെച്ചാൽ 1-നോട് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, താഴെ എന്ന് പറഞ്ഞാലോ ബിലോ നോക്കിയാൽ മതി. ഓക്കെ, ബിലോ 0.550 എന്ന് വെച്ചാൽ താഴ്ന്ന മാനവ വികസനമാണ് അല്ലെ. താഴ്ന്ന മാനസിക വികസനമാണ്. ഓക്കെ, താഴ്ന്ന മാനസിക വികസനം. യെസ്, ഓക്കെ. ഇനി മാനവ വികസന സൂചികയുടെ മൂല്യം രേഖപ്പെടുത്തുന്നത് 0-നും 1-നും ഇടയിലാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി വികസനമില്ലായ്മനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? 0. 0 എന്ന് പറഞ്ഞ് വികസനമില്ലായ്മനെ സൂചിപ്പിക്കുന്നു. ഇനി ഇതിനെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് UNDP തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സൂചികയിലേക്ക് പോവാം അല്ലെ. അതായത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ അടുത്ത സൂചന എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത എന്താണ്? ഭൗതിക ഗുണനിലവാര സൂചിക അല്ലെ. ഭൗതിക ഗുണനിലവാര സൂചിക അഥവാ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് അഥവാ PQLI നമ്മൾ പറയും അല്ലെ. ഭൗതിക ഗുണനിലവാര സൂചിക PQLI എന്ന് പറയുന്നു. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് പ്രതിശീർഷ വരുമാന സൂചികയേക്കാൾ മികച്ച സൂചികയാണ് പറയുന്നത്. കാരണം അതിനേക്കാളും വേറെ മാനദണ്ഡങ്ങളും കൂടി ഇതിനകത്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനേക്കാളും മികച്ചെന്ന് പറയാൻ കാരണം. വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് മോറിസ് ഡേവിസ് മോറിസ് അഥവാ മോറിസ് ഡി മോറിസ് എന്നും കാണാം. കണ്ട, ചിലപ്പോൾ മോറിസ് ഡി മോറിസ് എന്നായിരിക്കും ക്വസ്റ്റിനിൽ കാണാം. മോറിസ് ഡേവിഡ് മോറിസ് ആണ് PQLI വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, PQLI കേട്ടാ, PQLI. ഓക്കെ, വർഷം ഏതാണ്? 1979. അപ്പൊ നമ്മുടെ മാനവ വികസന സൂചികയുടെ മാനദണ്ഡങ്ങൾ ഒന്ന് ആലോചിച്ച്. എന്തൊക്കെയായിരുന്നു നമുക്ക് വന്നത്? ലിറ്ററസി വന്നു, ആയുർദൈർഘ്യം വന്നു, വിദ്യാഭ്യാസം വന്നു അല്ലെ. ഇവിടെ നമ്മൾ എടുക്കുന്നത് പ്രതീക്ഷിത ആയുർദൈർഘ്യം. ഓക്കെ, അത് മാനവ വികസന സൂചികയിലുണ്ട്. പിന്നെ ശിശു മരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇതിൽ ഒരു സാധനം എക്സ്ട്രാ വന്നത്, നമ്മൾ സാക്ഷരത ഉണ്ട്, ആയുർദൈർഘ്യം ഉണ്ട്, നമ്മൾ ഇതിനകത്ത് ഇൻകം എടുക്കുന്നില്ല. കാരണം എന്താണ്? ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. ഇതിൽ നമ്മൾ എടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ശിശു മരണ നിരക്ക്. അപ്പൊ എന്താണ് ശിശു മരണ നിരക്ക് അഥവാ IMR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. മനസ്സിലായോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ, ഒരു വർഷം 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ ഒരു വർഷത്തിനകം മരിക്കുന്നത് എത്ര കുഞ്ഞുങ്ങളാണെന്നുള്ളതാണ് ശിശു മരണ നിരക്ക്. അതായത് 1000 കുഞ്ഞുങ്ങൾ 1000 ലൈവ് ബർത്ത് സംഭവിക്കുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികൾ മരിക്കും എന്നുള്ളതാണ് ശിശു മരണ നിരക്ക് നമുക്ക് പറയാൻ പറ്റാം. അപ്പൊ ശിശു മരണ നിരക്ക് നമ്മൾ എപ്പോഴും കുറഞ്ഞിരിക്കണം അല്ലെ. ഇതിൽ ആയുർദൈർഘ്യം നമുക്ക് എപ്പോഴും കൂടിയിരിക്കണം അല്ലെ. കാരണം ആളുകൾ ആവറേജ് എത്ര കാലം ജീവിക്കുന്നുള്ളതാ. ശിശു മരണ നിരക്ക് നമുക്ക് എപ്പോഴും കുറഞ്ഞിരിക്കണം. ഈ ശിശു മരണ നിരക്ക് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്കോണമിയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതായത് നമുക്ക് അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അത്രയും നിയോനാറ്റൽ കെയർ ഒക്കെ നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെക്ടറിന്റെ ഒരു ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയിൽ നമ്മുടെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രതീക്ഷിത ആയുർദൈർഘ്യം, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്ന് പറയും പ്രതീക്ഷിത ആയുർദൈർഘ്യം. ദെൻ ശിശു മരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. അപ്പൊ PQLI കൊണ്ടുവന്നത് മോറിസ് ഡി മോറിസ് ആണ്. വികസിപ്പിച്ചത് വർഷം എന്ന് പറയുന്നത് 1979 ആണ് അല്ലേ. ഓക്കെ അല്ലേ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അപ്പൊ എന്താ? 1000 ലൈവ് ബർത്ത് അല്ലെ. 1000 കുട്ടികൾ, ഒരു വർഷത്തില് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ, ഒരു വർഷത്തിൽ എന്താണ് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു വയസ്സിനുള്ളിൽ
അല്ലെ? ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്നവരുടെ നിരക്ക് അല്ലെ? മരണപ്പെടുന്നവരുടെ നിരക്കാണ്. മരണപ്പെടുന്നവരുടെ നിരക്ക്. ഓക്കെ. യെസ്. ഇനി നമുക്ക് അടുത്ത ഇൻഡെക്സിലേക്ക് പോവാം. അടുത്താണ് മാനവ ദാരിദ്ര്യ സൂചിക അഥവാ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. നമ്മൾ ഈ പോവർട്ടിയുടെ ഡെഫിനീഷൻ നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ റേഷൻ കാർഡ് കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് പേർക്ക് വെള്ള, കുറച്ച് പേർക്ക് പിങ്ക്, കുറച്ച് പേർക്ക് ബ്ലൂ, കുറച്ച് പേർക്ക് എന്താണ് മഞ്ഞ അല്ലേ? അത് നമ്മുടെ BPL കാർഡ്. വെള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളയും ബ്ലൂ ഒക്കെ APL ആണ്. മഞ്ഞയും എനിക്ക് തോന്നുന്നു പിങ്കും ആണ് BPL എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് നമ്മൾ പറയുന്നത് ഒന്ന് കലോറി ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദാരിദ്ര്യത്തിന്റെ സൂചിക പറയാറുണ്ടായിരുന്നത്. അതായത് നമ്മൾ പറയാറുള്ളത് നഗരപ്രദേശങ്ങളില് 2100 കലോറിയെങ്കിലും ഒരു ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാർ ദരിദ്രരാണ് നഗരപ്രദേശങ്ങളിൽ. ഓക്കെ. ഗ്രാമങ്ങളിലോ? ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ കാരണം അവർ കൂടുതൽ കായികാധ്വാനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയെങ്കിലും ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പറ്റാവുന്ന അത്ര വരുമാനമുള്ള ജോലി ഇല്ലാത്ത ആൾക്കാരൊക്കെ ദാരിദ്ര്യത്തിലാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മുടെ മുന്നത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫുഡ് അതാണ് മെയിൻ സംഭവം. പക്ഷേ നമ്മുടെ മാനവ ദാരിദ്ര്യ സൂചിക എന്നുള്ള ആശയം വന്നു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടി വിപുലമായ ഒരു കോൺസെപ്റ്റിലേക്ക് പോയി. ഓക്കെ. നമുക്ക് നോക്കാം. മാനവ വികസന സൂചിക പൂരകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത സൂചികയാണ് എന്ത്? ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. അതായത് മാനവ വികസന സൂചികയ്ക്ക് അനുബന്ധമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് പോവർട്ടി ഇൻഡെക്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ തയ്യാറാക്കുന്നത്? സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം അല്ലെ? നമ്മൾ വെറുതെ ജീവിച്ചാൽ പോരാ അല്ലെ? നമ്മൾ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണം അങ്ങനെയല്ല. നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണം, കുറെ കാലം ജീവിക്കണം അല്ലെ? പിന്നെ അറിവ് വേണം, നോളജബിൾ ആയിട്ടിരിക്കണം. അതൊരു ജീവിത നിലവാരം. അപ്പൊ അറിവില്ലെങ്കിലോ ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിലാ അല്ലെ? അല്ലെങ്കിൽ അവന് വേണ്ടത്ര വിദ്യാഭ്യാസം അവന് നേടാൻ പറ്റിയില്ലെങ്കിലോ അവന് കാശുള്ളവന് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. അപ്പൊ അത് അവൻ പോവർട്ടിയിലാണ്. ജീവിത നിലവാരം എന്ന് പറയാൻ പല കാര്യങ്ങളും നമ്മൾ നോക്കും. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ സെൻസസ് എടുക്കാൻ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും? അവർ ചോദിക്കും കിണറുണ്ടോ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ അവിടെ പൈപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടോ, വീടിന്റെ അടി കോൺക്രീറ്റ് ഇട്ടേക്കാണോ, മുകളിൽ എന്താണ് കോൺക്രീറ്റ് ആണോ അല്ലെങ്കിൽ ഓലയാണോ ഓടാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും അല്ലെ? എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിത നിലവാരം അളക്കുന്നതിൽ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി HPI ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച 1997 മാനവ ദാരിദ്ര്യ സൂചിക ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1997. ഓക്കെ. ഇവിടെ ഞാനേ HDI പറഞ്ഞപ്പോ നമ്മൾ ഇന്ത്യയുടെ പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞില്ല. നമ്മുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്ന് 2023 വന്നേ. ഇന്ത്യയുടെ സ്ഥാനം 130 കേട്ടോ. ഇന്ത്യയുടെ റാങ്ക് HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് നമുക്ക് 130. നമ്മൾ 132 ഒക്കെ ആയിരുന്നു, 131 ആയിരുന്നു. ഇതില് ഫസ്റ്റ് റാങ്ക് വന്നത് നമുക്ക് വരുന്നത് ഐസ്ലാൻഡ് ആണ് ഫസ്റ്റ് വന്നത് കേട്ടോ. നമ്മുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ റാങ്ക് 130, പിന്നെ ഐസ്ലാൻഡ് ആണ് ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുള്ളത്. ഓക്കെ. യെസ്. ഇനി അടുത്തതാണ് മാനവ ദാരിദ്ര്യ സൂചിക കഴിഞ്ഞു. നമ്മൾ മാനവ സന്തോഷ സൂചിക. ഓക്കെ. മാനവ സന്തോഷ സൂചിക എന്ന് പറയുന്നത് ഇത് വികസിപ്പിച്ചെടുത്ത രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഭൂട്ടാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം അവരുടെ രാജ്യത്ത് ചെയ്തു. പിന്നീട് അത് യുണൈറ്റഡ് നേഷൻസ് അത് കോപ്പി ചെയ്തെടുക്കുകയായിരുന്നു. വികസിപ്പിച്ചത് ആരാണ്? ഭൂട്ടാനാണ്. ഓക്കെ. യുണൈറ്റഡ് നേഷൻസും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും മറ്റൊരു സംഘടനയും ചേർന്നിട്ടാണ് മാനവ സന്തോഷ സൂചിക എല്ലാ വർഷവും പുറത്തെടുക്കുന്നത്. അതിൽ 2024 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 126. ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ആണ്. ഫിൻലൻഡിൽ തുടർച്ചയായിട്ട് 7 വർഷം മാനവ സന്തോഷ സൂചികയിൽ ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്താണ്. ഓക്കെ. തുടർച്ചയായിട്ട് 7 വർഷം ഫിൻലൻഡ് മാനവ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്താണ്. ഏറ്റവും അവസാന സ്ഥാനം കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും അവസാനം നിൽക്കുന്നത് ആരാണ്? അഫ്ഗാനിസ്ഥാൻ. കാരണം അഫ്ഗാനിസ്ഥാൻ 143. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഭരിക്കുന്നത് ആരാ? ഇപ്പൊ താലിബാനൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും ബാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഓക്കെ. ഇനി നമ്മൾ ഈ പറഞ്ഞ മാനവ സന്തോഷ സൂചികയില് നമുക്ക് 9 സൂചകങ്ങളാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, ഞാനത് സൂചകങ്ങളാണ് നമ്മൾ മാനവ സന്തോഷ സൂചിക കണക്കാക്കാനായിട്ട് എടുക്കുന്നത്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പിന്നെ സൂചകങ്ങളാണ്. സൂചകങ്ങൾ, ഓക്കെ, സൂചകങ്ങൾ ഒന്ന് നമുക്ക് വരുന്നത് ആരോഗ്യമാണ്. ഓക്കെ, നമ്മൾ ആരോഗ്യം ഹെൽത്തി ആണോ അല്ലേ, ആരോഗ്യം നമ്മുടെ ഒന്നാമത്തെ ഒരു കാര്യമാണ്. ദെൻ നമുക്ക് വരുന്നത് ജീവിത നിലവാരം, നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരും മാനവ സന്തോഷ സൂചികയിൽ അല്ലേ. ജീവിത നിലവാരം, നമ്മൾ ഈ ഫിൻലൻഡൊക്കെ ഇതിന്റെ റിപ്പോർട്ട് വന്ന സമയത്ത് പത്രത്തിലൊക്കെ ഇതിനെക്കുറിച്ച് ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു. ഫിൻലൻഡിലെ ആളുകൾ എന്തുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അല്ലെ ഫിൻലൻഡിലുള്ള നമ്മുടെ മലയാളികൾ ഒക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രകൃതിയും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണവും അല്ലെ, പ്രകൃതിയും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണവും, പ്രകൃതിയും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണവും. ഓക്കെ, നാലാമത്തെ പോയിന്റ് ആണ്. നാലാമത്തെ സൂചകം എന്ന് പറയുന്നത് അവരെടുക്കുന്നത് സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും അല്ലെ. സാമൂഹിക ജീവിതം, അതായത് സോഷ്യലൈസേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അയൽപ്പക്ക ബന്ധം, അയൽപ്പക്ക ബന്ധം നമുക്കൊന്നും വലിയ താല്പര്യമില്ല അല്ലെ. പ്രത്യേകിച്ച് PSC കേട്ടിട്ടൊക്കെ ഇതൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാര് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കും. കാരണം അടുത്ത ജോലി ആയില്ലേന്ന് എല്ലാവരും ചോദിക്കണ നമുക്ക് മനസ്സമാധാനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആൾക്കാർ കാണണ്ടെന്ന് വിചാരിച്ച് നടക്കും അല്ലെ. ഇപ്പൊ സാമൂഹിക ജീവിതം അയൽപ്പക്കം, ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ. ഓക്കെ, പിന്നെ അടുത്തതാണ് അഴിമതി രഹിത ഭരണം. അവരെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, അഴിമതി രഹിത ഭരണമാണോ അവിടെ ഉള്ളത് അല്ലെ. അഴിമതി രഹിത ഭരണം, അവരൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം കൂടി അവരെടുക്കുന്നുണ്ട്. ആറാമതായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് സാംസ്കാരിക വൈവിധ്യം. അവരുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം എന്തോരുണ്ട്. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യം എന്ന് പറയുന്നത് സാംസ്കാരിക വൈവിധ്യം വളരെയധികം ഉള്ള രാജ്യമാണ് അല്ലെ. ഇന്ത്യയുടെ പല രാജ്യത്തുള്ളവർക്ക് അല്ല, പല ഭാഗങ്ങളിലുള്ളവർക്ക് പല തരത്തിലുള്ള ഒരു സംസ്കാരം ആണ് നമുക്ക് നിലനിൽക്കുന്നത്. ഏഴാമത്തെ നമുക്ക് നോക്കുമ്പോൾ വിദ്യാഭ്യാസമാണ്. ഓക്കെ, വിദ്യാഭ്യാസം. ഓക്കെ, വിദ്യാഭ്യാസമാണ് നമ്മൾ ഏഴാമതായിട്ട് പറയുന്ന കാര്യം. എട്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, സമയം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ. വെറുതെ നമ്മൾ റീല് കണ്ടും അവിടെ വർത്തമാനം പറഞ്ഞും കളയാണോ, അതാണ് സമയത്തിന്റെ. അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവായുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കാരണം നമുക്ക് പഠിക്കുകയാണ് അല്ലെ. സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് നയൻത്ത് നമ്മൾ പറയുന്നത് എന്താ, മാനസികാരോഗ്യം അല്ലെ. എല്ലാവരും മെന്റലി ഫിറ്റ് ആണോ, അല്ലെങ്കിൽ നല്ല സന്തോഷത്തിലാണോ അല്ലെ. മാനസികാരോഗ്യം, അല്ലെങ്കിൽ ആൾക്കാർ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് അല്ലെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് നടക്കാണോ, അങ്ങനെയൊന്നുമല്ല. അപ്പൊ അവിടെ മാനസികാരോഗ്യം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മാനവ സന്തോഷ സൂചിക തയ്യാറാക്കുന്നതിന് നമുക്കുള്ളത് ഇവിടെ 9 സൂചകങ്ങളാണുള്ളത്. ഇപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് 7ാം വർഷവും ഫിൻലാൻഡാണ് മുന്നിൽ വന്നിട്ടുള്ളത്. ഏറ്റവും അവസാന സ്ഥാനം വന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഓക്കെ, അപ്പൊ നമ്മള് സാമ്പത്തിക വളർച്ച എന്താന്ന് പറഞ്ഞു, സാമ്പത്തിക വികസനം എന്താന്ന് പറഞ്ഞു, അതിന്റെ സൂചകങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഈ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ എക്സാം നാളെ ഉണ്ടായിരിക്കും, ഇത് ഈ ഭാഗത്തുനിന്നുള്ള എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിക്കാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.